Hello friends, I am Thulasi. Welcome to Fourth Dimension. ഇന്ന് നമ്മൾ ഓൾട്ടർനേറ്റീവ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അവസാന പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവസാനം പഠിക്കേണ്ടതെന്ന് അറിയണ്ടേ? ട്രാൻസ്ഫോമറാണ്. നമ്മൾ വളരെ പരിചയമുള്ളൊരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. പലപ്പോഴും നമ്മളത് കാണുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പവർ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന സമയത്ത്, പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ എസൻഷ്യലായിട്ട് വരുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. നമുക്കറിയാം, നമ്മുടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ഉണ്ട്, അതുപോലെ തെർമൽ പ്രോജക്റ്റ് ഉണ്ട്, ന്യൂക്ലിയർ പ്രോജക്റ്റ് ഉണ്ട്. അങ്ങനെ പല പല പ്രോജക്റ്റിൽ ഇലക്ട്രിസിറ്റി നമ്മൾ അല്ലെങ്കിൽ പവർ ക്രിയേറ്റ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ പവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യണ്ടേ? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന വയറിൽ കൂടിയല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ വയറിൽ കൂടി ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ചില ഡിഫിക്കൽറ്റി ഉണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പവർ ചില മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടി പവർ ട്രാൻസ്മിഷനകത്ത് നമ്മൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വി ആർ യൂസിങ് ട്രാൻസ്ഫോമർ. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ചില ഇലക്ട്രോണിക് ഡിവൈസസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടി വി, അതുപോലെ തന്നെ ചില റേഡിയോ, ഇതിനകത്തൊക്കെ ചെറിയ ചെറിയ ട്രാൻസ്ഫോമേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ട്രാൻസ്ഫോമറിനെ കണ്ടിട്ടുമുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഈ റോഡിൽ കൂടി പോകുന്ന സമയത്തിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ഹൗസ് ലൈറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് പവർ സപ്ലൈ ചെയ്യാൻ വേണ്ടി റോഡ് സൈഡിലൊക്കെ ട്രാൻസ്ഫോമർ വെച്ചേക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ നമുക്ക് വളരെ പരിചയമായ ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ. എ സി പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട്. ഈ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് എന്തായിരിക്കും, ഇതിനകത്തെ വോൾട്ടേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് പവർ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് ആയതുകൊണ്ട് വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കുറഞ്ഞു കൊടുക്കും. ഇനി ചില സിറ്റുവേഷനിലാണ് നമുക്ക് വോൾട്ടേജ് കുറയ്ക്കേണ്ട ആവശ്യമുണ്ട്, അതായത് ഡിക്രീസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കറണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൂടുകയല്ലേ ചെയ്യുന്നത്, അല്ലേ? അപ്പം അങ്ങനെ എ സി പവറിനകത്തുള്ള വോൾട്ടേജിനെ നമുക്ക് പല സമയത്തും എന്ത് വേണ്ടി വരും? നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്ന മൊമെൻറ്റ്സുകൾ നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. ആ സമയത്ത് ഈ വോൾട്ടേജിനെ ഇൻക്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാനോ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ. അപ്പോൾ ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ട്രാൻസ്ഫോമർ പറഞ്ഞ ഡിവൈസിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇറ്റ് ഈസ് ചേഞ്ചിങ് ഓർ ട്രാൻസ്ഫോംസ് greater voltage to a lower voltage or a lower voltage to a higher voltage. And transformer works on the principle of മ്യൂച്വൽ ഇൻഡക്ഷൻ. നമ്മൾ നേരത്തെ ഇലക്ട്രിക് ഇൻഡക്ഷൻ, അത് സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ പഠിച്ചില്ലേ? അതിൽ മ്യൂച്വൽ ഇൻഡക്ഷൻ പറഞ്ഞ പ്രിൻസിപ്പിളിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ. ആൻഡ് വെൻ യു ആർ ഗോയിങ് ടു ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ ട്രാൻസ്ഫോമർ, ഇൻ എ ട്രാൻസ്ഫോമർ വി ക്യാൻ സീ ദർ ആർ two coils. One is called primary and other is called secondary, and these coils are wound over a closed soft iron core. The primary and secondary coils can be wound in two forms. ഇവിടെ കണ്ടില്ലേ, ഇങ്ങനെ ഈ ഷേപ്പിൽ നിൽക്കുന്ന ഒരു കോർ ആണെങ്കിൽ, സോഫ്റ്റ് അയൺ കോർ നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഈ ലിമ്പിൽ ഒരു കോയിൽ വൈൻഡ് ചെയ്യാം. അത് ഇൻസുലേറ്റഡ് വയേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോയിൽ വൈൻഡ് ചെയ്യാം, രണ്ടാമത്തെ ലിമ്പിൽ വൈൻഡ് ചെയ്യാം. അത് ഇൻസുലേറ്റഡ് കോപ്പർ വേസ് തന്നെയായിരിക്കും. അങ്ങനെ രണ്ട് കോയിലുകൾ വൈൻഡ് ചെയ്തേക്കുന്നത്, രണ്ട് ലിമ്പിൽ വൈൻഡ് ചെയ്തുകൊണ്ട് നമുക്കിത് ഈ ട്രാൻസ്ഫോമർ ഫോം ചെയ്തെടുക്കാം. അല്ലെങ്കിലോ ഇറ്റ് ഈസ് വൗണ്ട് വൺ ഓൺ ദ ടോപ്പ് ഓഫ് അനദർ. ഒരു കോയിലിൻ്റെ പുറത്ത് മറ്റൊന്ന് വൈൻഡ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു സോഫ്റ്റ് അയൺ കോർ എടുത്തതിന് ശേഷം നമുക്ക് വൈൻഡ് ചെയ്ത് ഫോം ചെയ്യാം. ഇങ്ങനെ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഈ കോയിൽ വൈൻഡ് ചെയ്യുന്നത്. ഇതിനകത്തെ കോയിലുകൾ വൈൻഡ് ചെയ്യുന്ന രണ്ട് രീതിയിലാണ്. ഇവിടെ നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്ന നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി NP എന്നെടുക്കാം. സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് എടുക്കുന്നത് എത്രയായിരിക്കും? NS ആണ്. ഈ പ്രൈമറിയിലേക്കാണ് നമ്മൾ എപ്പോഴും പവർ കൊടുക്കുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്തെ പ്രൈമറി നമുക്ക് ഇൻപുട്ട് എന്ന് വിളിക്കാം. സെക്കൻഡറി നമുക്ക് പവർ കിട്ടുന്നത്, അതുകൊണ്ട് അത് ഔട്ട്പുട്ട് കോയിലായിരിക്കും. ഔട്ട്പുട്ട് നമുക്കതിനെ മെൻഷൻ ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ പ്രൈമറിയിലേക്ക് ഒരു AC വോൾട്ടേജ് കൊടുക്കുകയാണ്. അതായത് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ വേണ്ടി ഒരു AC വോൾട്ടേജ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കാമെന്ന് വിചാരിക്കാം. ആ വോൾട്ടേജാണ് VP എടുക്കുന്നത്. എന്നാൽ നമുക്ക് സെക്കൻഡറിയിൽ നിന്ന് സ്റ്റെപ്പ് അപ്പ് ചെയ്തോ സ്റ്റെപ്പ് ഡൗൺ ചെയ്തോ അവൈലബിൾ ആകുന്ന വോൾട്ടേജ് നമുക്ക് എത്ര എടുക്കാം? ദാറ്റ് ഈസ് ക്ലാസ് VS. അപ്പോൾ നമ്മൾ ഇവിടെ AC കൊടുക്കുകയാണ്. അപ്പോൾ AC നമ്മളിവിടെ കൊടുക്കുന്ന സമയത്ത് ഈ പ്രൈമറി കോയിലിൻ്റെ പ്രത്യേകത, അതിൻ്റെ റെസിസ്റ്റൻസ് എപ്പോഴും സ്മോൾ ആയിരിക്കും. അതിന് സെൽഫ് ഇൻഡക്റ്റൻസ് കൂടിയ കോയിലായിരിക്കും. റെസിസ്റ്റൻസ് തീരെ കുറഞ്ഞൊരു കോയിലേക്കാണ് നമ്മൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് വോൾട്ടേജ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തോടെ പാസ് ചെയ്യുന്ന കറണ്ടിൻ്റെ അവസ്ഥ എന്തായിരിക്കും? AC ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് AC അല്ലേ? അപ്പോൾ അതിവിടെ പാസ് ചെയ്യുന്നത് ഇൻപുട്ട് വോൾട്ടേജ് ഓൾട്ടർനേറ്റീവ് വോൾട്ടേജ് അല്ലേ? അപ്പോൾ ഇതിവിടെ പാസ് ചെയ്യുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് പ്രത്യേകത എന്തായിരിക്കും? ദ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ പ്രൈമറി വിച്ച് പാസസ് ഓഫ് ദ സെക്കൻഡറി ചേഞ്ചസ്. ഈ പ്രൈമറിക്കകത്തൊരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വരും. കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അത് ഈ അയൺ കോറിൽ കൂടെ ഇങ്ങനെ
ക്ലോസ്ഡ് പാത്തിൽ ഇങ്ങനെ കയറി വരും. കാരണം മാഗ്നറ്റിക് എപ്പോഴും ക്ലോസ്ഡ് പാത്തിലല്ലേ ഫോം ചെയ്തത്. അപ്പോൾ അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ അതിന് പെർമിയബിലിറ്റി കൂടുതലായതുകൊണ്ട് അതിൽ കൂടി ഈ ലൈൻസുകൾ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് പാത്ത് ഫോം ചെയ്യുന്നു. അതുകൊണ്ട് ഈ പ്രൈമറി ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആരോട് ലിങ്ക് ചെയ്യും? സെക്കൻഡറിയോട് ലിങ്ക് ചെയ്യും. അതിനാണ് നമ്മൾ ഈ സോഫ്റ്റ് അയൺ കോറിൻ്റെ പുറത്ത് ബൈൻഡ് ചെയ്യുന്നത്. ആ പർപ്പസിനാണ്. അപ്പോൾ നമ്മളിവിടെ കാണുന്ന പ്രൈമറിയിലെ പാസ് കറണ്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് ഓഫ് പ്രൈമറി ആൻഡ് ഫ്ലക്സ് ഓഫ് സെക്കൻഡറി ബോത്ത് ആർ ചേഞ്ച് ചെയ്യും. അങ്ങനെ ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ സെൽഫ് ഇൻഡക്ഷൻ മൂലം ഇതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. മീസ് ഇൻഡക്ഷൻ മൂലം സെക്കൻഡറിയിലേക്കും ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടേ സെൽഫ് ഇൻഡക്ഷൻ മൂലം എത്ര EMF പ്രൈമറിൽ ഇൻഡ്യൂസ് ചെയ്തു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് EMF ഇൻഡ്യൂസ്ഡ് ഇൻ പ്രൈമറി ബൈ സെൽഫ് ഇൻഡക്ഷൻ. പ്രൈമറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന നമുക്ക് എപ്സിലോൺ P നമുക്ക് കൊടുക്കാം. നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി NP ഇൻറ്റു d∅ ഡിവൈഡ് ബൈ dt. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ഫാരഡേസിനെ വെച്ച് പഠിച്ചതാണ് ഈ ഫോർമുല NP ഇൻറ്റു d∅ ഡിവൈഡ് ബൈ dt. നെക്സ്റ്റ് ഈസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ സെക്കൻഡറി ബൈ മ്യൂച്വൽ ഇൻഡക്ഷൻ. മ്യൂച്വൽ ഇൻഡക്ഷൻ മൂലം അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന സെക്കൻഡ് അപ്പം എപ്സിലോൺ എസ് എന്ന് നമുക്ക് കൊടുക്കാം അല്ലേ. ദാറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു NS ഇൻറ്റു d∅ ഡിവൈഡ് ബൈ dt. ഇത്രയും വാല്യൂസ് നമുക്ക് കിട്ടും. അപ്പം പ്രൈമറിലെ ഇൻഡ്യൂസിന് എഫ് നമ്മൾ കണ്ടുപിടിച്ചു. സെക്കൻഡിലെ ഇൻഡ്യൂസിന് എഫ് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എടുക്കാം അല്ലേ. ആൻഡ് ദിസ് ഈസ് ടേക്കൺ ആസ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 2. അങ്ങനെ നമുക്ക് എടുക്കാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിവൈഡ് ഇക്വേഷൻ 2 വിത്ത് ഇക്വേഷൻ 1, 2/1. Then epsilon S divided by epsilon P is equal to, ഇവിടെ d∅ by dt കോമൺ അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്ര? ദാറ്റ് ഈസ് ഈക്വൽ ടു NS divided by NP and this is equation number 3. You know that the primary coil has a small resistance so that when you are applying the input voltage there is a chance of passing large current through the coil. അങ്ങനെ കോയിലിൽ കൂടെ ലാർജ് കറണ്ട് പെർസെൻറ്റ് റെസിസ്റ്റൻസ് കുറവല്ലേ. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. പ്രൈമറിയുടെ പ്രത്യേകത എന്ന് പറയുന്ന റെസിസ്റ്റൻസും കുറവായിരിക്കണം, അതുപോലെ തന്നെ കറണ്ടും കുറവായിരിക്കണം. അവിടെ നമുക്ക് ഈ കറണ്ട് കുറയാൻ വേണ്ടി ഒരു ഒപ്പോസിഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. ഈ ഒപ്പോസിഷൻ ആരുടെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട സെൽഫ് ഇൻഡക്ഷൻ പോലെ ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട EMF എത്രയായിരുന്നു? EP പിന്നെ എപ്സിലോൺ P is equal to NP ഇൻറ്റു d∅ ബൈ dt. സെൽഫ് ഇൻഡക്ഷൻ പോലെ ഉണ്ടാകുന്ന ഇൻഡ്യൂസ് EMFിൻ്റെ പ്രത്യേകത ഇറ്റ് ഒപ്പോസസ് ദ അപ്ലൈഡ് EMF ഓർ വോൾട്ടേജ്. അപ്ലൈഡ് വോൾട്ടേജ് ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഈ ഒപ്പോസ് EMF ആയതുകൊണ്ട് അപ്ലൈഡ് വോൾട്ടേജ് ഒപ്പോസ് ചെയ്യുന്ന ഈ വോൾട്ടേജുകൾ ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ പ്രത്യേകത എന്തായിരിക്കും? സർക്യൂട്ടിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ സർക്യൂട്ടിൻ്റെ പ്രൈമറി കോയിലിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, അതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ടും കുറവാണെങ്കിൽ വി ക്യാൻ റൈറ്റ് ദ കണ്ടീഷൻ, അതായത് എപ്സിലോൺ P ഈസ് ഈക്വൽ ടു VP. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും അവിടെ സെൽഫ് ഇൻഡക്ഷൻ മൂലം സർക്യൂട്ടിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഇൻസ്റ്റന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന EMFും ഇൻഡ്യൂസ്ഡ് EMFും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എപ്സിലോൺ P ഈസ് ഈക്വൽ ടു VP. ആൻഡ് വെൻ യു ടേക്ക് ദ സെക്കൻഡറി കോയിൽ ആസ് ആൻ ഓപ്പൺ സർക്യൂട്ട്, അപ്പോൾ അതിൽ കൂടെ കറണ്ട് നമ്മൾ നോക്കിയാൽ 0 ആയിരിക്കും. ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് പാസ് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഈ സെക്കൻഡറി 2 ടെർമിനൽസ് ഓപ്പൺ ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യത്തില്ല. അഥവാ നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതിനിടയ്ക്ക് കണക്ട് ചെയ്യാൻ ഹൈ റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ കോയിലുകൾക്കിടയിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് കൊടുത്താൽ കറണ്ട് കുറവായിരിക്കും. അപ്പോൾ ആ മൊമെൻറ്റിൽ അതായത് ഒന്നുകിൽ ഓപ്പൺ ആയിട്ട് കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സെക്കൻഡറിയുടെ പാസ് ചെയ്യുന്ന കറണ്ട് സ്മോൾ ആയിരിക്കണം. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് കൊടുത്തെങ്കിൽ സ്മോൾ കറണ്ട് അതിൽ കൂടെ പാസ് ചെയ്യത്തുള്ളൂ. ആ ഒരു മൊമെൻറ്റിൽ അതിൻ്റെ പ്രത്യേകത, അതായത് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF ഇല്ലേ, അതായത് എപ്സിലോൺ S, ഇത് ആർക്ക് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു VS. നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വോൾട്ടേജിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു അപ്രോക്സിമേഷൻ കൊടുത്തിട്ടാണ് ഈ ഡെറിവേഷൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 3യുടെ അവസ്ഥ എന്താ? ഇൻ ദ പ്ലേസ് ഓഫ് epsilon S we can give the value VS. So VS divided by, and here in the place of epsilon P the value is VP is equal to NS divided by NP. This is the first condition obtained in a transformer. The ratio of secondary and primary voltage is equal to the ratio of number of turns of secondary and number of turns of the primary. When you take this transformer as an ideal transformer, in an ideal transformer there is no loss of energy from any part of the transformer.
ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ വോൾട്ടേജും കറണ്ടും ഉണ്ടല്ലോ, അതിൻ്റെ പ്രോഡക്റ്റ് ഇൻപുട്ട് പവർ ആയിരിക്കും. ഔട്ട്പുട്ടിൽ നമുക്ക് വോൾട്ടേജും ഉണ്ട് കറണ്ടും ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ പ്രോഡക്റ്റ് എപ്പോഴും ഔട്ട്പുട്ട് പവർ ആയിരിക്കത്തില്ലേ. ഇപ്പോൾ എനർജി ലോസ് ഇല്ലെങ്കിൽ പ്രത്യേകത ഇൻപുട്ടിൽ കൊടുക്കുന്ന പവർ ഔട്ട്പുട്ടിൽ കിട്ടും. എങ്ങനെ? ആ പവറിന് ചില മോഡിഫിക്കേഷൻ വരും. വോൾട്ടേജും കറണ്ടും ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെയും പ്രോഡക്റ്റ് എപ്പോഴും കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു ഐഡിയൽ ട്രാൻസ്ഫർ ആണെങ്കിൽ എപ്പോഴും അതിൻ്റെ പ്രത്യേകത ഔട്ട്പുട്ട് പവർ എപ്പോഴും ആർക്ക് ഈക്വൽ ആയിരിക്കും. ആ കണ്ടീഷൻ നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇൻ ആൻ ഐഡിയൽ ട്രാൻസ്ഫർ വി ക്യാൻ റൈറ്റ് ഔട്ട്പുട്ട് പവർ. നമ്മൾ ഇത് ഐഡിയൽ ട്രാൻസ്ഫറിന് മാത്രമേ അപ്ലൈ ചെയ്യത്തുള്ളൂ. ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പവർ. അപ്പോൾ ഔട്ട്പുട്ട് പവർ എങ്ങനെ എഴുതുന്നത്? പ്രോഡക്റ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറണ്ട് അല്ലേ. അപ്പോൾ ഔട്ട്പുട്ടിലെ കറണ്ട് IS നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, വോൾട്ടേജ് VS അല്ലേ. അപ്പോൾ ഔട്ട്പുട്ട് പവർ എടുക്കുന്നത് VS IS ഈസ് ഈക്വൽ ടു വാട്ട് എവർ ദി ഇൻപുട്ട് പവർ. ഇൻപുട്ട് പവർ കണ്ടുപിടിക്കണേ, അവിടെ വോൾട്ടേജ് കണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. സോ VP ഇൻറ്റു IP. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് VS ബൈ VP? VS by VP is equal to IP divided by IS. VS by VP is equal to IP by IS. അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷനകത്ത് ആ കണ്ടീഷൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻ 4 എങ്ങനെ നമുക്ക് ഒന്നുകൂടെ മോഡിഫൈ ചെയ്യാൻ നോക്കി. ദാറ്റ് ഈസ് VS divided by VP is equal to VS by VP NS by NP ഈക്വൽ അല്ലേ. NS by NP. ഇനിയും അത് ഈക്വൽ ആകുന്ന ഇതിൻ്റെ IP by S ആയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഓൾ ദീസ് ടുഗദർ. ഒന്നും ചെയ്താൽ IP by IS. ഇത് ട്രാൻസ്ഫോമറിൻ്റെ ഇക്വേഷനാണ്. ഇതിനെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോമർ ടേൺ റേഷ്യോ എന്നൊക്കെയാണ് ഈ ഇക്വേഷനെ പറയുന്നത്. VS by VP is equal to NS by NP is equal to IP by IS. Next is step up and step down transformer. Let us take the relation connecting the voltage and number of turns of the transformer. അത് ആദ്യം എടുക്കുക. അപ്പോൾ നമുക്ക് VS divided by VP is equal to NS divided by NP എന്ന് കിട്ടും അല്ലേ. And from that what is the value of VS? VS is equal to NS divided by NP into VP. This is a relation connecting primary voltage and secondary voltage. Then take the relation connecting number of turns and current. That is NS divided by NP is equal to IP divided by IS. From that what is the value of IS? IS is equal to NP divided by NS into IP. And suppose in the first case you are assuming NS is greater than NP. അങ്ങനെ പോസിബിലിറ്റി ഉണ്ടല്ലോ. നമ്മുടെ പ്രൈമറിലെ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് നമുക്ക് ഇഷ്ടമനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലേ. ചിലപ്പോൾ നമുക്ക് പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് കുറവും സെക്കൻഡറി കൂടുതലും ആകാം, തിരിച്ചും ആകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോമറിനകത്ത് സെക്കൻഡറിയിലുള്ള വൈൻഡിങ്സ് ആണ് കൂടുതൽ. നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ പ്രൈമറി. എങ്കിൽ വാട്ട് അബൌട്ട് ദ വോൾട്ടേജ് സിറ്റുവേഷൻ? അപ്പോൾ NS ഗ്രേറ്ററും NP കുറവാണെങ്കിൽ പ്രത്യേകത എന്താക്കി? വി ക്യാൻ സി VS ഈസ് ഗ്രേറ്റർ ദാൻ VP. അതായത് സെക്കൻഡറി ടേൺസ് കൂടുതലും പ്രൈമറി ടേൺസ് കുറവാണെങ്കിൽ NS by N റേഷ്യോ എടുക്കുന്ന സമയത്ത് VS വോണ്ട് ബി ഗ്രേറ്റർ ദാൻ VP ആയിരിക്കും. സെക്കൻഡറി വോൾട്ടേജ് കൂടുതലും പ്രൈമറി വോൾട്ടേജ് കുറവായിരിക്കും. കറണ്ടോ? കറണ്ട് എടുക്കുകയാണെങ്കിൽ IS എന്ന് പറയുന്ന കറണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ NP by NS അല്ല, അതിലെ ഡിനോമിനേറ്റർ ആണ് കൂടുതൽ അല്ലേ. സോ IS ഈസ് ലെസ് ദാൻ IP. അങ്ങനെ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി ആണെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസ് അവിടെ കിട്ടത്തില്ലേ. ഇങ്ങനെ കണ്ടീഷൻ കിട്ടിയാൽ ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് എപ്പോഴും നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് ഓഫ് പ്രൈമറി and hence the corresponding secondary voltage is greater than the primary voltage and the current situations ഇങ്ങനെയായിരിക്കും. In the second case we can imagine NP is greater than NS എന്ന് പറഞ്ഞാൽ ഇവിടെ ടേൺസ് കൂടുതൽ, പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് കൂടുതലും സെക്കൻഡറി നമ്പർ ഓഫ് ടേൺസ് കുറവാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ഇതല്ലേ കൂടുതൽ, അതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ദെൻ വി ക്യാൻ സി VS ഈസ് ലെസ് ദാൻ VP. അപ്പം പ്രൈമറി വോൾട്ടേജ് കൂടുതലും സെക്കൻഡറിയിൽ എന്തായിരിക്കും? അത് കുറവാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അത് സ്റ്റെപ്പ് ഡൗൺ ആക്ഷനാണ്. വോൾട്ടേജ് കുറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ അല്ലേ. അതേപോലെ തന്നെ കറണ്ടിൻ്റെ ആണ് എടുക്കുന്നതെങ്കിൽ കറണ്ട് സിറ്റുവേഷൻ എന്താ? IS ഗ്രേറ്റർ ദാൻ IP ആയിരിക്കും. ഈ സിറ്റുവേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ട്രാൻസ്ഫോമർ എന്തായിട്ട് ഫംഗ്ഷൻ ചെയ്യും? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് പ്രൈമറി ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് ടേൺസ് സെക്കൻഡറി ആൻഡ് ഹെൻസ്
the secondary voltage is always less than the primary voltage. അതാ സ്റ്റെപ്പ് ഡൗൺ ആക്ഷൻ എന്ന് പറഞ്ഞത്. പ്രൈമറി വോൾട്ടേജ് കൂടുതലും സെക്കൻഡറി വോൾട്ടേജ് കുറവുമായിരിക്കും. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ടിൻ്റെ കോൺസെപ്റ്റ്സ് ഇങ്ങനെയായിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഈസ് ഡിഫറൻറ്റ് എനർജി ലോസസ് ഇൻ എ ട്രാൻസ്ഫോമർ. ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിനകത്ത് ഒരിക്കലും എനർജി ലോസ് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ എടുത്തത് എന്താ, ഔട്ട്പുട്ട് പവർ ഈസ് ഈക്വൽ ടു ഇൻപുട്ട് പവർ. ബട്ട് ഇൻ പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമേഴ്സ് ദ ഔട്ട്പുട്ട് പവർ ഈസ് നോട്ട് ഈക്വൽ ടു ദ ഇൻപുട്ട് പവർ. അപ്പോൾ അതിനർത്ഥം എന്തായിരിക്കും, ഇൻപുട്ടിൽ കൊടുക്കുന്ന അത്രയും പവർ ഔട്ട്പുട്ടിൽ കിട്ടുന്നില്ലെങ്കിൽ ദർ ഈസ് ഓൾവേസ് സം എനർജി ലോസ് ഉണ്ടാകും. ദ ഫസ്റ്റ് ലോസ് ഈസ് ഫ്ലക്സ് ലീക്കേജ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ട്രാൻസ്ഫോമർ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രൈമറിയോട് ലിങ്ക് ചെയ്യുന്ന ഫ്ലക്സ് ഫൈ ആണെങ്കിൽ സെക്കൻഡറി നമ്മൾ ഫൈ എന്ന് പറഞ്ഞല്ലേ പോയത്. പക്ഷെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ട്രാൻസ്ഫോമർ ആണെങ്കിൽ പ്രൈമറിയിലെ ഫ്ലക്സും സെക്കൻഡറി വരുന്ന ഫ്ലക്സും ഈക്വൽ ആയിരിക്കത്തില്ല. പ്രൈമറി കൂടുതലും സെക്കൻഡറി കുറവായിരിക്കും. അപ്പം അതിനെയാണ് ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായും ഈ ഫ്ലക്സിൻ്റെ വ്യത്യാസം കൊണ്ട് ദർ ഈസ് സം ലോസ് ഓഫ് എനർജി ആൻഡ് ദിസ് ഇസ് കോൾഡ് ലോസ് ഓഫ് എനർജി ഡ്യൂ ടു ഫ്ലക്സ് ലീക്കേജ്. ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ ആ കോറിൻ്റെ ഡിസൈനിങ്ങിൽ വന്ന് വ്യത്യാസമാകാം, അല്ലെങ്കിൽ ചില എയർ ഗ്യാപ്പുകൾ അവിടെ ഫോം ചെയ്യാം. അതിൽ നിന്നാണ് ഈ ഫ്ലക്സ് ലീക്കേജ് ഉണ്ടാകുന്നത്. അപ്പം അത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദ എനർജി ലോസ് ഡ്യൂ ടു ഫ്ലക്സ് ലീക്കേജ് ക്യാൻ ബി മിനിമൈസ്ഡ്. സെക്കൻഡ് ഈസ് റെസിസ്റ്റൻസ് ഓഫ് ദ വൈൻഡിങ്, ദാറ്റ് ഈസ് കോൾഡ് കോപ്പർ ലോസ്. നമുക്കറിയാം കോപ്പർ വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വൈൻഡിങ് ഉണ്ടാക്കുന്നത്, പ്രൈമറിയും സെക്കൻഡറി വൈൻഡിങ് ഉണ്ടാകുന്നു. നമ്മൾ എത്ര പ്രിക്കോഷൻ എടുത്താലും ശരി അതിന് റെസിസ്റ്റൻസ് കാണും. പ്രിക്കോഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഒന്നിൻ്റെ റെസിസ്റ്റൻസ് കുറഞ്ഞിരിക്കണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. കുറഞ്ഞ ആളുടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, സെക്കൻഡറി വൈൻഡിങ്സിന് റെസിസ്റ്റൻസ് കാണത്തില്ലേ. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഉള്ള കോയിലിൽ കൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ജൂൾസ് ഹീറ്റ് എഫക്റ്റ് മൂലം കുറേ എനർജി ലോസ് ആയി പോകാം. ജൂൾസ് ഹീറ്റ് എഫക്റ്റ് എന്ന് പറയുമ്പോൾ H ഈക്വൽ ടു നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണ്, I സ്ക്വയർഡ് R എന്ന് പറഞ്ഞാൽ അല്ലെ I സ്ക്വയർഡ് RT എന്നൊക്കെ നമ്മൾ എടുക്കത്തില്ലേ. ആ ഫോർമുല വെച്ചുകൊണ്ട് there is some loss of energy due to the presence of resistance of the copper wire. അപ്പോൾ കോപ്പർ വയറിൻ്റെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് ജൂൾസ് ഹീറ്റ് എഫക്റ്റ് മൂലം എപ്പോഴും കുറേ എനർജി ലോസ് ആകാം. അതിനെ വിളിക്കുന്ന പേരാണ് കോപ്പർ ലോസ്. ദ തേർഡ് വൺ ഈസ് എഡി കറണ്ട് ഓർ അയൺ ലോസ് ആണ്. അയൺ എന്ന് പറയുന്ന ട്രാൻസ്ഫോമറിനകത്ത് കോറാണ്. നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് ഒരു കോർ ഉപയോഗിച്ചില്ലേ, ഇതാണ് നമ്മുടെ അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ അതിനകത്ത് ഉപയോഗിക്കുന്ന കോറാണ്. നമുക്കറിയാം ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കോറിന് ചുറ്റി നിൽക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ഒരു പീസ് ഓഫ് മെറ്റലിന് ചുറ്റും നിൽക്കുന്ന ഫ്ലക്സിൽ വ്യത്യാസം വന്നാൽ അതിലേക്ക് ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാം. അതുണ്ടാക്കുന്ന കറണ്ടാണ് എഡി കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ ഡ്യൂ ടു ദ ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് അറൗണ്ട് ദ കോർ എഡി കറണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്. എഡി കറണ്ട്സ് എപ്പോഴും ഇങ്ങനെ ക്ലോസ്ഡ് പാത്തിൽ ഉണ്ടാകുന്ന പല ക്ലോസ്ഡ് പാത്തിൽ ഈ മെറ്റീരിയലിനകത്ത് ഉണ്ടാക്കുന്ന കറണ്ടാണ് എഡി കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഈ എഡി കറണ്ടിൻ്റെ സ്വഭാവം എന്താ, വെൻ എഡി കറണ്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കോർ ദർ ഈസ് സം ലോസ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. അത് അയൺ എന്ന് പറഞ്ഞ മെറ്റീരിയൽ ആയതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുക, ഇറ്റ് ഈസ് കോൾഡ് അയൺ ലോസ്. ഇതിന് റെഡ്യൂസ് ചെയ്യേണ്ട മാർഗ്ഗം എന്തായിരിക്കും, അതായത് ഇതിനെ ലാമിനേറ്റ് ചെയ്യാം. ഈ സോഫ്റ്റ് അയൺ പീസിനെ, അതായത് നമ്മുടെ കോറിനെ ലാമിനേറ്റ് ചെയ്യാം. ലാമിനേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകത, ഈ ഓരോ ലാമിനേഷനിടയ്ക്കും എയർ വരും. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുമ്പോൾ എഡി കറൻസ് ക്യാൻ ബി മിനിമൈസ്ഡ്. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്ന എനർജി ലോസ് നമുക്ക് വി ക്യാൻ റെഡ്യൂസ് ദാറ്റ്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ ഫോർത്ത് ലോസ്, ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ് ലോസ്. നമുക്ക് നോക്കാം എന്താണ് ഹിസ്റ്റെറിസിസ് ലോസ്, നമുക്ക് നോക്കാം അല്ലേ. അതായത് നമ്മുടെ ഈ ട്രാൻസ്ഫോമറിനകത്തെ ആ കോറില്ലേ, സോഫ്റ്റ് അയൺ കോറില്ലേ, അവിടെ നമുക്ക് കാണാം ഈ പ്രൈമറിലും സെക്കൻഡറിലൊക്കെ പാസ് ചെയ്യുന്ന കറണ്ട് ഓൾട്ടർനേറ്റിംഗ് ആയതുകൊണ്ട് ഈ കോറിന് ചുറ്റിരിക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ഈസ് അണ്ടർഗോയിങ് എ കണ്ടിന്യൂസ് ചേഞ്ച്. അത് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് വെൻ ദിസ് സോഫ്റ്റ് അയൺ പീസ് ഇസ് സബ്ജക്റ്റഡ് ടു എ സൈക്ലോമാഗ്നറ്റൈസേഷൻ, ഇങ്ങനെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് നിൽക്കുന്ന സമയത്ത് ഇതൊരു സൈക്ലോമാഗ്നറ്റൈസേഷന് വിധേയമാകും. സൈക്ലോമാഗ്നറ്റൈസേഷൻ വിധേയമാകുമെന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് വേരിയേഷൻ്റെ സമയത്ത് ഈ സ്പെസിമെൻ നമ്മുടെ കോറ് പലവട്ടം മാഗ്നറ്റ് ആകും, അത് ഡീമാഗ്നറ്റൈസ് ചെയ്യും, പിന്നെ മാഗ്നറ്റ് ആകും. അങ്ങനെ പലവട്ടം ചെയ്യുന്ന സമയത്ത് ദർ ഈസ് ഓൾവേസ് സം ലോസ് ഓഫ് എനർജി ഇൻ എവറി സൈക്കിൾ. ഈ സൈക്ലോമാഗ്നറ്റൈസേഷൻ വിധേയമാകുന്ന സമയത്ത് ഓരോ സൈക്കിളിലും എന്ത് ചെയ്യും, ഇങ്ങനെ കുറേ എനർജി ലോസ് അവിടെ ഉണ്ടാകാം. ദാറ്റ് ഈസ് കോൾഡ് ഹിസ്റ്റെറിസിസ് ലോസ്. ഇറ്റ് കൻ ബി റെഡ്യൂസ്ഡ് ബൈ സെലക്ടിങ് മെറ്റീരിയൽ ഹാവിംഗ് ലോ വാല്യൂ ഓഫ് ഹിസ്റ്റെറിസിസ് ലോസ്. നമ്മുടെ പല സബ്സ്റ്റൻസുകൾ നമുക്ക് അവൈലബിൾ ആണ് കോർ ഉണ്ടാക്കാൻ. അതിൽ ചില സബ്സ്റ്റൻസുകൾ ഇങ്ങനെ സൈക്ലോമാഗ്നറ്റൈസേഷന് സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റെറിസിസ് ലോസ് കൂടിയതുകൊണ്ട് ചില സബ്സ്റ്റൻസ് കുറഞ്ഞതും കാണും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക, ഈ സൈക്ലോമാഗ്നറ്റൈസേഷന് സബ്ജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ്റ്റെറിസിസ് ലോസ് കുറഞ്ഞ മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കോർ ഉണ്ടാക്കിയെടുക്കുക. Thereby we can reduce the loss of energy by the process called hysteresis loss.
ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അവസാന പോർഷനാണ് ട്രാൻസ്ഫോമർ. അത് നമ്മൾ എടുത്തു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. നിങ്ങൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സുകൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണം, അതേപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം. എന്നെ ഒന്ന് തീർച്ചയായും നിങ്ങൾ പ്രൊമോട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.